എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം രേവതിക്കുട്ടി ഗ്രേസി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോൻ്റെ റൂം നന്നായിട്ട് അടിച്ച് തുടച്ച് നല്ല വൃത്തിയാക്കി അവിടെ തിരിയൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണം. ഇടയ്ക്കൊക്കെ നമ്മൾ ആ റൂമിൽ പോയിരുന്ന് സംസാരിക്കണം. അപ്പം അവർക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നത് ഗ്രേസി അമ്മ ഇതൊക്കെ ഉള്ളതാണോടി എന്ന് വയ്ക്കും. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇതൊക്കെ ഉള്ളതാണേ, നമ്മൾ നന്നായിട്ട് മനസ്സറിഞ്ഞ് അവിടെ ഇരുന്ന് സംസാരിക്കുകയും ആ റൂമിനെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യണം. അന്നേരം നമുക്ക് ഇഷ്ടമുള്ള ഒരാളല്ലേ അത്. അപ്പം നമ്മളോട് സംസാരിക്കും, നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് കേൾക്കാൻ പറ്റും, അവർ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ഊഹിച്ചെടുക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് ഗ്രേസിയമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്, ആ റൂം ഞാൻ വൃത്തിയാക്കിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്തു, ഒരു കുഴപ്പമില്ലെന്ന് പറയുവാണ്. രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗ്രേസിയമ്മയുടെ കാലൊക്കെ തിരുമ്മി റെഡിയാക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന മുറ്റം തൂത്തുകൊണ്ടിരിക്കുമ്പം അപ്പുറത്തെ വീട്ടിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നല്ലോ, അത് അലീനയുടെ അടുത്തോട്ട് വരും. എന്നിട്ട് അലീന അതിനോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അന്തേക്കും അതിൻ്റെ ഉടമസ്ഥൻ ഒരു ഡോക്ടറാണ് അങ്ങോട്ട് വന്നിട്ട്, ഈ പട്ടീനെ നീ വശീകരിച്ചെടുത്തതല്ലേടി, അല്ലെങ്കിൽ അവൻ എപ്പോഴും ഇങ്ങോട്ട് മാത്രം വരുന്നത് എന്താ, വേറെ ആരോടും അവൻ ഇങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അലീന പറയുന്നുണ്ട്, അവൻ എന്നെ കാണാൻ ഇഷ്ടമാണ്, ആദ്യമേ കണ്ടപ്പോഴേ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എന്നെ ഇടയ്ക്ക് കാണാൻ വരുന്നത് എന്നൊക്കെ പറയുമ്പം നീ എന്തോ കൊടുത്തു മയക്കിയതാ, ഇനി മേലെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അത് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി, എടാ നീ എന്നെ ഇങ്ങനെ വഴക്ക് കേൾപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ചാടി വരരുത് കേട്ടോ, ഇനി മേലെ നമ്മൾ ഒരുമിച്ച് കണ്ടേക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് പട്ടിയോട്. എന്നിട്ട് അയാളൊരു ഡോക്ടറാണ്, അയാളോട് പറയുന്നുണ്ട്, ഇപ്പം എന്നോട് പറഞ്ഞതെല്ലാം അവനെയും പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം, ഞങ്ങളെ രണ്ടുപേരെയും ഇനി ഒരുമിച്ച് കണ്ടേക്കരുത് എന്ന്. കാരണം ഞാൻ അങ്ങോട്ടല്ലല്ലോ മതിൽ ചാടി വരുന്നത്, അവൻ ഇങ്ങോട്ടല്ലേ, അതുകൊണ്ട് അവന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയും. അങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ആ പട്ടിയും കൊണ്ട് അങ്ങ് പോവാണ്. പോകുന്നതിനിടയ്ക്കും അവൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ അലീനയോട് എന്തോ പട്ടിക്കും മൃഗങ്ങൾക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. പിന്നെ കാണിക്കുന്നത് അവിടെ വീട്ടിലെല്ലാവരോടും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. അപ്പോഴും രോഹിത്തിൻ്റെ കണ്ണ് മൊബൈലിലാണ്. അതുകൊണ്ട് തന്നെ ദോശ എടുത്തിങ്ങനെ ചട്നിയിൽ മുക്കാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് ആ ബൗളങ്ങ് മാറ്റും കൃഷ്ണമോൾ. എന്നിട്ട് തിരിച്ചങ്ങോട്ട് കയറ്റി വെക്കുകയും ചെയ്യും. ഇതൊന്നും ഇവൻ കാണുന്നില്ല. വായിലോട്ട് വെക്കുമ്പോൾ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അത്തേലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പം കൃഷ്ണമോൾ ഇങ്ങനെ നെയ്ച്ചിരിക്കുന്ന കാണുമ്പോൾ നീ എന്താണ് കാണിച്ചതെന്ന് വയ്ക്കും. അന്നേരം ബബിത പറയുന്നുണ്ട്, അവൾ ആ ബൗൾ അവിടെ നിന്ന് മാറ്റി വെച്ചായിരുന്നു എന്ന് പറയുമ്പോൾ നീ മര്യാദയ്ക്ക് ഇരുന്നോണം എന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പം സ്വന്തം പ്ലേറ്റ് നോക്കി കഴിക്കണം, അല്ലാതെ മൊബൈൽ നോക്കിയാണോ ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരവും കൃഷ്ണമോളും കളിയാക്കുന്നുണ്ട്. അന്നേരം രോഹിത്തിൻ്റെ സൈഡ് പിടിക്കുവാണ് വൈജയന്തി. അവൻ എവിടെയെങ്കിലും നോക്കിയിരുന്ന് കഴിക്കട്ടെ, നിനക്ക് എന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് കൃഷ്ണമോൾക്കായിട്ട് ഓംലേറ്റ് കൊണ്ടു കൊടുക്കും അലീന. അതും രോഹിത് അടിച്ചു മാറ്റും. പകുതി അതിൽ നിന്ന് എടുത്തു കഴിയുമ്പം കൃഷ്ണമോൾ പറയും, എനിക്കിനി ഇത് വേണ്ട, നീ തന്നെ തിന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുക. അലീന, മോൾ വിഷമിക്കേണ്ട, ഞാനിപ്പോൾ ഒരെണ്ണൂടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അലീന അങ്ങ് പോയി കഴിയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്നാ പരിപാടിയാടാ കാണിച്ചത്, ഈ കാണിച്ചത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അവൾക്ക് വേണമെങ്കിൽ വേറെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇതിനെ അവനോട് തട്ടി കയറുന്നത് എന്ന് ചോദിക്കുക. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, മോൻ എന്ത് ചെയ്താലും സൈഡ് പിടിച്ചോ, കുഴപ്പമില്ല, കിട്ടിക്കോളും, നല്ല ഒന്നാന്തരം പണി കിട്ടിക്കോളും എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ആകെ ഒരു വിഷമമാകുന്നുണ്ട്. കാരണം സൈഡ് പിടിക്കുന്നുണ്ടല്ലോ എപ്പോഴും, അതുകൊണ്ട് തന്നെ. ഏതായാലും കൃഷ്ണമോൾക്കും ഒരു ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും അലീന. എന്നിട്ട് വൈജയന്തിയോട് പറയുന്നുണ്ട്, എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം, എറണാകുളം വരെ പോകാനാണ് എന്ന് പറയും. അന്നേരം എറണാകുളത്ത് അവിടെ നിനക്ക് എന്താ ബിസിനസ് എന്ന് ചോദിക്കുമ്പം എനിക്ക് രേവതിക്കുട്ടിയെ കാണാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പം അതാരാ എന്ന് വയ്ക്കും. അന്നേരം പറയുന്നുണ്ട്, അവൾ എൻ്റെ അനിയത്തിയാണ്, അവളെ അവിടെ ഒരു വീട്ടു ജോലിക്കായിട്ട് കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ 1 മാസമായി, അവളെ പറ്റി ഒന്നും അറിയില്ല, അവളെ ഒന്ന് പോയി കാണണം, ഇത്രയും നാൾ ഞാനും അവളോട് കാണാതിരുന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട്, അതിന് നീയും അവളും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ, നിനക്ക് ആരുമില്ല എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഞാനാണ് അവളെ വളർത്തിയത്, വളരെ കുഞ്ഞിലെ ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടിയത് അവളെ, ഞാനാണ് അവളെ വളർത്തിയത്, അതുകൊണ്ട് എനിക്ക് അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം വൈജയന്തി പറയുവാണ്, നിനക്കിപ്പോൾ 2 ദിവസത്തെ ലീവ് തരാനൊന്നും പറ്റത്തില്ല, അവളെ കാണണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവളുടെ വിശേഷം അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാൽ മതി എന്ന് പറയും. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, മാസത്തിൽ 2 ലീവ് പോലും കിട്ടാത്ത എന്ത് ജോലിയാണ് ഈ ലോകത്തുള്ളത്, എനിക്ക് 2 ലീവ് തരേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പം വൈജയന്തി ചോദിക്കുവാണ്, നിൻ്റെ അവകാശങ്ങളൊക്കെ ചോദിച്ച് മേടിക്കാൻ പാകത്തിനായോ നീ എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ചോദിച്ച് മേടിക്കുന്നതൊന്നുമല്ല, ഞാൻ ചോദിക്കാതെ തന്നെ നിങ്ങൾ തരേണ്ടതാണ്, ഇനിയിപ്പം മനസ്സുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അലീന അടുക്കളയിലേക്ക് തന്നെ പോവുകയാണ്. അതിനിടയ്ക്ക് രേവതിക്കുട്ടിയെ കാണണം എന്നുള്ള കാര്യം പറയുമ്പം
അപ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീയും അവളും അനാഥാലയത്തിൽ ഒരുമിച്ച് വളർന്നു, ആ ഒരു ബന്ധമല്ലേ ഉള്ളൂ, അല്ലാതെ നിൻ്റെ സ്വന്തമൊന്നും അല്ലല്ലോ അവൾ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അലീന തിരിച്ചു പറയുന്നുണ്ട്, മേഡത്തിന് ഒരുപാട് ബന്ധുക്കൾ ഉള്ളതുകൊണ്ട് ഇതൊക്കെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് ഒരു ബന്ധുവായിട്ട്, അതുകൊണ്ട് എനിക്കിതൊക്കെ വലിയ കാര്യമാണ് മാഡം എന്ന് പറയുന്നുണ്ട്. അതുപോലെ മുത്തശ്ശൻ അവിടെ ചെന്ന് അലീന ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരുന്നതിന് മുമ്പ് ഒരു എഗ്രിമെൻ്റ് ഒക്കെ വെച്ചായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് മാസത്തിൽ 2 ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പറയുക. അന്നേരം വൈജയന്തി പറയുന്നത്, ഇപ്പോൾ അച്ഛൻ മരിച്ചു പോയില്ല, അച്ഛനോട് പോയി ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ എന്നും പറയുന്നുണ്ട്. അന്നേരമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് പോകുന്നത്. അലീന അങ്ങ് പോയി കഴിയുമ്പോഴേക്കും വൈജയന്തി പറയുവാണ്, അവളുടെ സംസാരം കേട്ടോ, അവൾ അവകാശമൊക്കെ ചോദിക്കാറായി അവൾ എന്ന് പറയുമ്പം ബാലചന്ദ്രൻ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര ലീവ് ഉണ്ട് എന്ന്. അന്നേരം അതുപോലെയാണോ ഞാനൊരു ബാങ്കിൽ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പം, ഞാൻ ചോദിച്ചതിന് മറുപടി പറ, നീ ബാങ്കിൽ ജോലി ചെയ്യുന്നു, നിനക്ക് ഒരു വർഷം എത്ര ലീവ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് എല്ലാ ഞായറാഴ്ചയും അവധിയാണ്, അതുപോലെ സെക്കൻഡ് സാറ്റർഡേ, നാലാമത്തെ സാറ്റർഡേ, അതുപോലെയുള്ള ഹോളിഡേയ്സ്, അങ്ങനെ എല്ലാം കൂടെ കണക്ക് കൂട്ടി ഏകദേശം ഒരു 110 മേലെ ഉള്ള ഒരു സംഖ്യ പറയുന്നുണ്ട്, ഇത്രത്തോളം ലീവ് നിനക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒരു മാസം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മാസത്തിൽ 10-14 ദിവസവും നിനക്ക് ലീവാണ് അല്ലെങ്കിൽ അവധിയാണ്. ആ ഒരു രീതിയിലാണ് ഒരു വർഷം അങ്ങ് കടന്നു പോകുന്നത്. നീയാണോ വീട്ടു ജോലിക്കാരി 30 ദിവസം ജോലി ചെയ്യുമ്പോൾ 2 ദിവസം ലീവ് ചോദിച്ചതിനെ കിടന്ന് തുള്ളുന്നത് എന്ന് ചോദിക്കൂട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ബാലേന്ദ്രൻ എഴുന്നേറ്റ് പോയി കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് പറയുവാണ്, പെണ്ണിൻ്റെ ശത്രു പെണ്ണാണ്, അല്ലാണ്ട് ആണല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ വൈജയന്തി ഇങ്ങനെ നാണം കെട്ടിയിരിക്കുകയാണ്. പിള്ളേരെല്ലാം ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ആകെ നാണക്കേട് ഫീൽ ചെയ്യുന്നുണ്ട് വൈജയന്തിയുടെ മുഖത്ത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയാണ്. രേവതിക്കുട്ടി പയ്യെ ഗ്രേസിയമ്മയുടെ അടുത്തേക്ക് വന്നിട്ടിങ്ങനെ ഒരു കാര്യം പറയാനുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഗ്രേസിയമ്മ TV കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്താടി നിനക്ക് പറയാനുള്ളത്, എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇവിടെ ഇരുന്ന് TV കാണുമെന്ന് പറയും. അന്നേരം ഞാൻ അതിന് വേണ്ടി വന്നതല്ല എന്ന് പറഞ്ഞ് ഒരു പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഫോൺ നമ്പർ കയ്യിലോട്ട് കൊടുക്കുക. അന്നേരം ഇതാരുടെ നമ്പറാണ് എന്ന് ചോദിക്കുമ്പം, അത് അലീന ചേച്ചിയുടെ നമ്പറാണ്, എനിക്കൊന്ന് വിളിച്ച് തരാമോ, ചേച്ചിയോട് ഒന്ന് സംസാരിക്കാനാണ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വിളിക്കാനൊന്നും പറ്റില്ല, ഇവിടെ ഇരുന്ന് നീ TV കാണും, കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറയും. ഏതായാലും മനസ്സോടെ അവിടെ ഇരുന്ന് TV കാണുവാണ് രേവതിക്കുട്ടി. പക്ഷേ ഫോൺ വിളിച്ച് കൊടുക്കാത്തതിൻ്റെ ഒരു പരിഭവമൊക്കെ മുഖത്തുണ്ട്. അന്നേരം അത് നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ഗ്രേസിയമ്മ ഫോൺ എടുത്ത് വിളിക്കുവാണ്. അന്നേരം അലീനയുടെ ഫോൺ വർക്കിംഗ് അല്ല, നിലവിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, അത് ഓഫായിരിക്കും, ചിലപ്പോൾ ചാർജ് തീർന്നതായിരിക്കും എന്ന് പറയുമ്പം രേവതിക്കുട്ടി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഫോൺ വിളിച്ച് കിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് ഈ ഫോണിൻ്റെ പ്രവർത്തനമൊന്നും അറിയത്തില്ലേ, നീ ഇതൊരു ഫോണൊന്നും ഉപയോഗിച്ചിട്ടില്ലേ എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, ഞങ്ങളെ അവിടെ ആരും വിളിക്കാനില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഫോണില്ലായിരുന്നു, ആകപ്പാടെ ഉണ്ടായിരുന്നത് ബ്രിജിത്ത മമ്മിക്ക് മാത്രമാണ്. ആ ഫോണാണ് ഇപ്പം അലീന ചേച്ചിയുടെ കയ്യിലുള്ളത് എന്ന് പറയും. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും ഒരു പഴയ ഫോൺ തരാമെന്ന് പറയും. എന്നിട്ട് മാമച്ചനോട് ചോദിക്കുന്നുണ്ട്, മാമച്ച ഇവിടെ പഴയ ഫോൺ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഫോൺ കിടപ്പുണ്ട് പക്ഷെ ഒന്നും കൊള്ളില്ല എന്ന് പറയുമ്പോൾ ഗ്രേസിയമ്മ പറയുവാണ്, എങ്കിൽ നമുക്ക് ഇവൾക്കൊരു ഫോൺ മേടിച്ച് കൊടുക്കാമെന്ന്. അന്നേരം ആദ്യം വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് രേവതിക്കുട്ടി. അത് കഴിഞ്ഞ്, അത് സാരമില്ലെന്നേ, നിനക്കൊരു ഫോൺ മേടിച്ച് തരാം, നിൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാതിരുന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പം, വേണ്ടായിരുന്നു, അതിപ്പം കൊണ്ടുവന്നാൽ ഇവിടെ വെറുതെ ഇരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ, വെറുതെ ഇരിക്കുവാണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, നിന്നെ ശല്യം ചെയ്യത്തൊന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഞങ്ങൾ പുറത്ത് പോകുന്ന സമയം നിനക്ക് വേണമെങ്കിൽ ഞങ്ങളെ വിളിക്കാം, അതുപോലെ ഞങ്ങൾക്ക് നിന്നെയും വിളിക്കാം, അതൊരു സൗകര്യമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് ഇത്തിരി സന്തോഷമൊക്കെ ആവേ. അന്നേരം ചെറിയ ഫോൺ മതി കേട്ടോ എന്ന് പറയുവാണ് ഗ്രേസിയമ്മയോട്. അന്നേരം ഗ്രേസിയമ്മ, പിന്നെ നിനക്ക് വേണ്ടി ഇവിടെ ചെറിയ ഫോൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലേ കമ്പനിക്കാരെ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഫോൺ മേടിച്ച് കൊടുക്കും എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും എനിക്ക് ഫോൺ മേടിച്ച് തരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഫോൺ മേടിച്ച് തരുന്നുണ്ട്, എടി കള്ളി പെണ്ണെ, നിനക്കിതൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാമെന്ന് ഗ്രേസിയമ്മ പറയുമ്പോഴേക്കും ഗ്രേസിയമ്മ കെട്ടിപ്പിടിക്കുവാണ് രേവതിക്കുട്ടി സന്തോഷം കൊണ്ട്. പിന്നീട് നമ്മുടെ മനുവിനെ കാണിക്കുന്നുണ്ട്. മനു എറണാകുളത്തേക്ക് പോവുകയാണ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അന്നേരം കമല ചോദിക്കുന്നുണ്ട്, എടാ നീ അടുത്ത പ്രാവശ്യം വരുമ്പോഴെങ്കിലും നമുക്ക് രാമപുരം വരെ പോകണമെന്ന് പറയുവാണ്. അന്നേരം എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ, അനന്യയുടെ അടുത്ത് നിങ്ങൾ ചെറുപ്പത്തിലെ നല്ല ഫ്രണ്ട്സ് അല്ലായിരുന്നോ, ആ വീട്ടുകാർക്കെല്ലാം നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ, ഇഷ്ടപ്പെട്ടോട്ടെ, അതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം പിന്നെയും ചോദിക്കുന്നുണ്ട്, പണ്ട് നിങ്ങൾ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യില്ലായിരുന്നു, നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് അല്ലായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പം, അതിനെ ഞങ്ങൾ ഇപ്പോഴും വിളിക്കാറുണ്ടല്ലോ, ഇപ്പോൾ തന്നെ ഇൻഫോ പാർക്കിലേക്ക് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അവളുടെ റെക്കമെൻഡേഷനിലാണ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം കേട്ടോ കമലയ്ക്ക്. ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് അറിയുമ്പോൾ. അന്നേരം എന്നിട്ട് നീ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പരിഭവം പറയുമ്പോൾ, അതെന്തിനാ അമ്മയോട് പറയണേ, അമ്മയ്ക്ക് അറിയേണ്ട കാര്യങ്ങൾ അമ്മ അറിഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചിട്ട് പോകാൻ തുടങ്ങുവാണ്
മനു. അന്നേരം എടാ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് അവിടെ വരെ പോകണം കേട്ടോ എന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട് ഞാൻ വരത്തൊന്നുമില്ല, അമ്മയ്ക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ഹരിയെ വിളിച്ചുകൊണ്ട് പോകാം അല്ലെങ്കിൽ രഞ്ജുവിനെ കൊണ്ട് പൊക്കോ എന്ന് പറയും. അന്നേരം അതെന്താ ഞാൻ നിൻ്റെ കൂടെ വന്നെങ്കിൽ നിനക്ക് കുറച്ചിലാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ തർക്കിക്കാനും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ മനു അങ്ങോട്ട് പോവുകയാണ്. അന്നേരം നീ ഇനി എന്നാടാ വന്നേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മനു അങ്ങ് പോകുന്നു. എങ്കിലും കമലയ്ക്കൊരു സമാധാനം, കാരണം അനന്യയെ ഫോൺ വിളിക്കുന്നുണ്ട്, ഇനി ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്, ഇനിയിപ്പോൾ ലവ് ആണോ എന്നും അറിയത്തില്ലല്ലോ, അതിൻ്റെ ഒരു സമാധാനമുണ്ട് കമലയ്ക്ക്. അവിടുന്ന് പോരുന്ന മനു നേരെ ചെല്ലുന്നത് വൈജയന്തിയുടെ അടുത്തോട്ടാണ്. വൈജയന്തി പോയിട്ടില്ലായിരുന്നു. അന്നേരം എടാ നീ ഇന്ന് ബാംഗ്ലൂർക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയും. നീ കാപ്പി കുടിച്ചിട്ടില്ല എങ്കിൽ ബാലേന്ദ്രൻ്റെ കൂടെ ഇരുന്നോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ്. അന്നേരം മനു ബാലേന്ദ്രൻ്റെ അടുത്ത് ഇരുന്ന വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അന്നേരം അവിടെ മനുവിൻ്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഒരു അന്യ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഫീലാണ് എനിക്ക് ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം. പണ്ട് മുത്തശ്ശനുണ്ടായിരുന്നപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, ഇപ്പം മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പലരും പലരുടെയും വില അറിയില്ല, മരിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് അലീനയുടെ ലീവിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ മനുവിനോട്. അന്നേരം അങ്ങനെ ഒരു ലീവിനെ പറ്റി മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മനു പറയുന്നുണ്ട്. അന്നേരം ഇതിനെപ്പറ്റി വൈജയന്തിയും വന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആൻറ്റി അങ്ങനെ ലീവിനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എഗ്രിമെൻറ്റിൽ, മാസത്തിൽ 2 ലീവെങ്കിലും കൊടുത്തില്ലേ മോശമല്ലേ എന്ന് ചോദിക്കും. എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വൈജയന്തി അങ്ങോട്ട് പോവുകയും ചെയ്യും. പോയി കഴിയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഈ കാണുന്നതൊന്നുമല്ല ഇവൾ, ഉള്ളിൽ ഇവൾ വേറൊരു സ്ത്രീയാണ്, ഇവൾ എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരോട് യാതൊരു കരുണയും ഇല്ലാതെ പെരുമാറുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെന്ന് ബാലേന്ദ്രൻ പറയുമ്പം മനു പറയുവാണ്, വീട്ടിലുള്ള എൻ്റെ അമ്മയെപ്പറ്റി അങ്കിളിന് അറിയത്തില്ലേ, അത് വെച്ച് നോക്കുമ്പോൾ ആൻറ്റി എന്തോരും ഭേദമാണ്, ഇവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ, ജന്മന കിട്ടിയത് ഇവർക്ക് ഇതൊക്കെ എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇവളുടെ അമ്മ എന്ത് പാവം, ആ സ്വഭാവമൊന്നും ഇവൾക്ക് കിട്ടിയില്ലല്ലോ എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശിയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് മനു മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്ന്. അന്നേരം മുത്തശ്ശി ചോദിക്കും, നീ എന്തിനാടാ ഇങ്ങനെ വിളിച്ചു ചോദിച്ചാൽ അകത്തോട്ട് കയറി വരുന്നേ, നിനക്ക് ഇങ്ങോട്ട് കയറി വരാൻ മേലെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ 2 സ്ത്രീജനങ്ങൾ താമസിക്കുന്ന വീടല്ലേ, റൂമല്ലേ, അപ്പം ചോദിച്ചിട്ടൊക്കെ അല്ലേ അകത്തോട്ട് കയറി വരാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. ഏതായാലും അലീന ഭയങ്കര സന്തോഷത്തിലാണ്. അതുകൊണ്ട് മനുവേട്ട ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയും. അന്നേരം വെരി വെരി ഗുഡ് മോർണിംഗ് എന്ന് മനുവും തിരിച്ചു പറയും. അത് കഴിഞ്ഞ് മനു ചോദിക്കുകയാണ്, അതെ ലീവ് വേണമെന്നൊക്കെ പറഞ്ഞു എന്ന് അങ്കിള് പറഞ്ഞു, ലീവ് കിട്ടിയിട്ട് എന്തിനാ, വേറെ വീടൊന്നും ഇല്ലല്ലോ താമസിക്കാൻ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുവാണെങ്കിൽ രേവതിക്കുട്ടിയുടെ അടുത്ത് പോകണം, അതുപോലെ പറ്റുവാണെങ്കിൽ കൊല്ലത്ത് പോയി ചിന്നുമോളെ ഒന്ന് കാണണം എന്നൊക്കെ പറയുമ്പം മനു ചോദിക്കുന്നുണ്ട്, അവിടെയൊക്കെ തന്നെ പോകുമെന്ന്. അന്നേരം അലീന പറയും, തന്നെ പോകാതെ എങ്ങനെയാണ്, ആരും ഇല്ലാത്തവർക്ക് ഈശ്വരൻ തുണിയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് കുറേ തുണിയൊക്കെ കഴുകാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്യണം, ഞാൻ അപ്പുറത്തേക്ക് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പൊയ്ക്കോളാനും പറയും. ഇങ്ങനെ അലീന അപ്പുറത്തേക്ക് തുണി വാഷ് ചെയ്യാനുള്ള തുണിയൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അലീനയെ തന്നെ നോക്കിയിരിക്കുന്ന മനുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ രോഹിത്തിൻ്റെ വൃത്തികേടിനെതിരെ പ്രതികരിക്കുന്ന നമ്മുടെ അലീനയും കാണിക്കുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട്.